Hello dear students. The next question is sketch two binary trees with 13 vertices, one having maximum height and the other having minimum height. Okay. അപ്പോൾ നമ്മൾ ബൈനറി ട്രീ കൺസ്ട്രക്ഷൻ്റെ കേസിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം. നമ്പർ ഓഫ് വേർഡ്സസ് തരിക്കും, മാക്സിമം ഹൈറ്റുള്ളൊരു ബൈനറി ട്രീയും കൺസ്ട്രക്ട് ചെയ്യുക, മിനിമം ഹൈറ്റുള്ളൊരു ബൈനറി ട്രീയും കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ അതിൽ മാക്സിമം ഹൈറ്റുള്ളൊരു ബൈനറി ട്രീ കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലെവൽ ബൈസ് ലെവലായിട്ട് ഫിൽ ചെയ്ത് പോവാം. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഒരു ഇപ്പോൾ നമുക്ക് 13 വേർഡ്സസ് ആണ് വേണ്ട. അപ്പോൾ ഫസ്റ്റ് റൂട്ട് കൺസ്ട്രക്ട് ചെയ്യുക, അതിന് 2 ചൈൽഡ് പെൻഡൻറ്റ് വേർഡ്സസ്, ഇപ്പോൾ 3 ആയി. ദെൻ നെക്സ്റ്റ് ലെവൽ ഇപ്പോൾ ടോട്ടൽ 1 2 3 4 5 6 7 ആയി. നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമ്പം 8 9 10 11 12 13. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ ആണ് നമ്മൾ മിനിമം ഹൈറ്റുള്ളൊരു ബൈനറി കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വരച്ചേക്കുന്നതിൽ ഈ വേർട്ടെക്സിനാണ് 2 പെൻഡൻറ്റ് വേർഡ്സസ് കൊടുത്തിട്ട് 2 ചൈൽഡിന് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. സോ ദിസ് ഈസ് എ ബൈനറി ട്രീ ഹാവിങ് മിനിമം ഹൈറ്റ്. ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 2 3 ആണ്. 3 ആണ് ഇവിടുത്തെ ഹൈറ്റ്. ഇനി മാക്സിമം ഹൈറ്റുള്ള ട്രീനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഫസ്റ്റ് റൂട്ട് ഹാവിങ് 2 ചൈൽഡ്. ദെൻ നമ്മളൊരു സൈഡ് സെൻറ്റേർഡായിട്ട് വേണം, സൈഡ് അപ്രോച്ച്ഡ് ആയിട്ട് വേണം കൺസ്ട്രക്ട് ചെയ്യാൻ. ദാറ്റ് മീൻസ് ഈ ഒരു രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത് പോവാം. ഓക്കെ. അപ്പോൾ സോ 1 2 3 4 5 6 7 8 9 10 11 12 13. ഓക്കെ, ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 2 3 4 5 6. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. നമ്പർ ഓഫ് വേർഡ്സസ് തരും, അതിൽ മിനിമം ഹൈറ്റും മാക്സിമം ഹൈറ്റും വെച്ചിട്ട് ബൈനറി കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ മിനിമം ഹൈറ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ ലെവൽ ബൈസ് ലെവലായിട്ട് ഫിൽ ചെയ്ത് പോകണം, കൺസ്ട്രക്ട് ചെയ്ത് പോകണം. ദെൻ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു സെൻറ്ററിനെ ബേസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് പോകണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ പാത്ത് ലെങ്ത് ഓഫ് എ ഫോളോയിങ് റൂട്ടഡ് ബൈനറി ട്രീ. പാത്ത് ലെങ്ത് ഓഫ് എ റൂട്ടഡ് ബൈനറി ട്രീ. പാത്ത് ലെങ്ത് മീൻസ് നമ്മളിപ്പോൾ ഒരു 2 വേർഡ്സസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ 2 വേർഡ്സിന് ഇടയ്ക്ക് ഒരു പാത്ത് ഉണ്ടെങ്കിൽ ആ പാത്തിൽ ആ 2 വേർട്ടക്സസിനും ഇടയ്ക്ക് നമ്പർ ഓഫ് എഡ്ജസ് എക്സിസ്റ്റിംഗ്. ഓക്കെ. ഇപ്പം എ ബി എന്ന് പറഞ്ഞ് 2 വേർട്ടക്സ് കൺസിഡർ ചെയ്യുകയാണ്. ആ 2 വേർട്ടക്സിനും ഇടയ്ക്ക് ഒരു പാത്ത് എക്സിസ്റ്റിംഗ് ആണ്. പാത്ത് മീൻസ് വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് നമ്പർ ഓഫ് എഡ്ജസ് വിൽ ബി 1 ആയിരിക്കാം. ദാറ്റ് മീൻസ് ഡയറക്റ്റ് കണക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മോർ ദാൻ 1 ആയിരിക്കാം. അപ്പോൾ നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണോ അതാണ് ആ ഒരു പാത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ പാത്ത് ലെങ്ത് ഓഫ് എ റൂട്ടഡ് ബൈനറി ട്രീ മീൻസ് ആ റൂട്ടിൽ നിന്ന് നമ്മുടെ പെൻഡൻറ്റ് വേർഡ്സസിലോട്ടുള്ള പാത്ത് ലെങ്ത് കണ്ടുപിടിക്കുക. അങ്ങനെ എല്ലാ പെൻഡൻറ്റ് വേർഡ്സസിലോട്ടുള്ള പാത്ത് ലെങ്ത് കണ്ടുപിടിച്ച് അതിൻ്റെ സമ്മാണ് പാത്ത് ലെങ്ത് ഓഫ് ദാറ്റ് റൂട്ടഡ് ബൈനറി ട്രീ. Okay, so the definition is the path length of a rooted binary tree is the sum of the path length from the root to all pendant vertices. When ആ റൂട്ടിൽ നിന്ന് എല്ലാ പെൻഡൻറ്റ് വേർഡ്സസിലോട്ടുള്ള പാത്ത് ലെങ്ത് കണ്ടുപിടിക്കുക, അതിൻ്റെ ടോട്ടലായിരിക്കും പാത്ത് ലെങ്ത് ഓഫ് ദാറ്റ് ട്രീ. ഓക്കെ. സോ ഹിയർ we have 1 2 3 4 5 6 പെൻഡൻറ്റ് വേർഡ്സസ് ആണ് നമുക്കുള്ളത്. ആ 6 പെൻഡൻറ്റ് വേർഡ്സസിലോട്ടുള്ള പാത്ത് ലെങ്ത് കണ്ടുപിടിക്കുക, അതിൻ്റെ ടോട്ടൽ സം. ഓക്കെ. അപ്പോൾ നമ്മൾ ഓക്കെ. സോ ഹിയർ നമ്മൾ പെൻഡൻറ്റ് വേർട്ടെക്സ് 1 എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് 1 2 3. ദെൻ പെൻഡൻറ്റ് വേർട്ടെക്സ് 2 എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് 1 2 3. പെൻഡൻറ്റ് വേർട്ടെക്സ് 3 എടുക്കുകയാണെങ്കിലും അവിടുത്തെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് 1 2 3. ദെൻ പെൻഡൻറ്റ് വേർട്ടെക്സ് 4 എടുക്കുകയാണെങ്കിലും അവിടുത്തെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് 1 2 3. ദെൻ പെൻഡൻറ്റ് വേർട്ടെക്സ് 5 and 6 എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് 2. ഓക്കെ. സോ ഹിയർ 1 2 up to 5 6 പെൻഡൻറ്റ് വേർട്ടെക്സസ് ഉണ്ട്. അവിടുത്തെ ഓരോന്നിൻ്റെയും പാത്ത് വേർട്ടെക്സ് നമ്മൾ സം ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ നമുക്ക് 16 ആണ് കിട്ടുന്നത്. ഓക്കെ. ഇതാണ് പാത്ത് ലെങ്ത്. ചില കേസിൽ നമുക്ക് വെയ്റ്റഡ് പാത്ത് ലെങ്ത് ചോദിക്കും. വെയ്റ്റഡ് പാത്ത് ലെങ്ത് മീൻസ് നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു റൂട്ടിൽ നിന്ന് ഓരോ വേർട്ടെക്സിലോട്ട് പെൻഡൻറ്റ് വേർട്ടെക്സിലോട്ടുള്ള പാത്ത് ലെങ്ത് കണ്ടുപിടിച്ചു, നമ്പർ ഓഫ് എഡ്ജസ് കണ്ടുപിടിച്ചു. ഇനി ഈ പറയുന്ന ഓരോ പെൻഡൻറ്റ് വേർട്ടെക്സിനും നമ്മളൊരു വെയ്റ്റും കൂടെ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെയ്റ്റിൻ്റെ കൂടെ പാത്ത് ലെങ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് വെയ്റ്റഡ് പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. അതിൻ്റെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യും. ഓക്കെ. സോ the next question is consider a binary tree with 4 weighted pendant vertices
let their weights be 0.5, 0.12, 0.3 and 0.11. Construct a binary tree with minimum weighted path length. ഓക്കെ, അപ്പം നമുക്കിവിടെ വെയ്റ്റഡ് പാത്ത് ലെങ്ത് ആണ്. വെയ്റ്റഡ് പാത്ത് ലെങ്ത് മീൻസ് നമ്മൾ പാത്ത് ലെങ്ത് കണ്ടുപിടിക്കുക, ദെൻ അതിൻ്റെ കൂടെ വെയ്റ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം ഓരോ പാത്ത് ലെങ്ത്തും കണ്ടുപിടിച്ചു, അതിൻ്റെ ടോട്ടൽ സമ്മായിരുന്നു പാത്ത് ലെങ്ത് ഓഫ് ദ റൂട്ടഡ് ട്രീ. വെയ്റ്റഡ് പാത്ത് ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ പാത്ത് ലെങ്ത്തിൻ്റെ കൂടെ കറസ്പോണ്ടിങ് പെൻഡൻറ്റ് വേർട്ടക്സിൻ്റെ വെയിറ്റും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ടോട്ടൽ സമ്മ് കൺസിഡർ ചെയ്യുക. അതാണ് വെയ്റ്റഡ് പാത്ത് ലെങ്ത് ഓഫ് ദാറ്റ് റൂട്ടഡ് ബൈനറി ട്രീ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബൈനറി ട്രീ കൺസ്ട്രക്ഷനാണ്, അതിൽ മിനിമം വെയ്റ്റഡ് പാത്ത് ലെങ്ത് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം, നമുക്ക് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു, 13 വേർട്ടക്സ് തന്നിട്ട് മിനിമം ഹൈറ്റും മാക്സിമം ഹൈറ്റും. അതുപോലെ നമ്മളിവിടെ ഫസ്റ്റ് 2 ബൈനറി കൺസ്ട്രക്ഷനാണ്. അപ്പം മാക്സിമം ലെവലിലുള്ളതും മിനിമം ലെവലിലുള്ളതും 2 ബൈനറി കൺസ്ട്രക്ട് ചെയ്യുക, ദെൻ അതിനകത്ത് വെയിറ്റ് അസൈൻ ചെയ്യുക, പാത്ത് ലെങ്ത് കണ്ടുപിടിക്കുക, മിനിമം വെയിറ്റ് ഉള്ള ആളെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 4 പെൻഡൻറ്റ് വേർട്ടക്സസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പം ഇതാണ്ടേ നമ്മളിങ്ങനൊരു ബൈനറി ട്രീ കൺസ്ട്രക്ട് ചെയ്തു. ഇവിടെ 4 പെൻഡൻറ്റ് വേർട്ടക്സസ് ഉണ്ട്. നമ്മൾ കൊടുത്തിട്ടുള്ള വെയിറ്റ് 0.5, 0.3, 0.11, 0.12. ഓക്കെ, 4 വെയിറ്റ് അസൈൻ ചെയ്തു. നമ്മൾ ഫസ്റ്റ് ഒരു ബൈനറി ട്രീ കൺസ്ട്രക്ട് ചെയ്തു, അതിൽ 4 പെൻഡൻറ്റ് വേർട്ടക്സസ് ആണുള്ളത്. ആ ഓരോ പെൻഡൻറ്റ് വേർട്ടക്സിലും നമ്മൾ ഗിവൻ ആയിട്ടുള്ള വെയിറ്റ് അസൈൻ ചെയ്തു. ഇനി നമുക്കിവിടെ വെയ്റ്റഡ് പാത്ത് ലെങ്ത് കണ്ടുപിടിക്കണം. വെയ്റ്റഡ് പാത്ത് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഓരോ പെൻഡൻറ്റ് വേർട്ടക്സസിലോട്ട് എത്താനുള്ള പാത്ത് ലെങ്ത് ഇൻറ്റു ദാറ്റ് വെയിറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പെൻഡൻറ്റ് വേർട്ടക്സ് എടുക്കുകയാണെങ്കിൽ അവിടോട്ട് റീച്ച് ചെയ്യാനുള്ള അവിടുത്തെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്, വെയിറ്റ് എന്ന് പറയുന്നത് 0.5. സോ 0.5 ഇൻറ്റു 2 പ്ലസ് സെക്കൻഡ് പെൻഡൻറ്റ് വേർട്ടക്സിലോട്ടുള്ള പാത്ത് ലെങ്തും 2 ആണ്, വെയിറ്റ് 0.3 ഇൻറ്റു 2 പ്ലസ് തേർഡ് പെൻഡൻറ്റ് വേർട്ടക്സിലോട്ടുള്ള വെയിറ്റ് 0.11, പാത്ത് ലെങ്ത് 2 പ്ലസ് ലാസ്റ്റ് പെൻഡൻറ്റ് വേർട്ടക്സിലോട്ടുള്ളയും വെയിറ്റ് 0.12 ഇൻറ്റു പാത്ത് ലെങ്ത് 2. ഓക്കെ, അപ്പോൾ വെയിറ്റ് എടുക്കുക, ദെൻ പാത്ത് ലെങ്ത് എടുക്കുക. അപ്പോൾ ഓരോന്നിൻ്റെയും പാത്ത് ലെങ്ത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വെയിറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ എല്ലാ പെൻഡൻറ്റ് വേർട്ടക്സിൻ്റെയും കൂടെ ഈ ഒരു കാൽക്കുലേഷൻ സമപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നിയർ വാല്യൂ എന്ന് പറയുന്നത് ഒരു 2.06 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അതിപ്പോൾ നമ്മൾ മിനിമം ഹൈറ്റുള്ളൊരു ബൈനറി ആയിരുന്നു കൺസ്ട്രക്ട് ചെയ്തത്. ഇനി മാക്സിമം ഹൈറ്റുള്ള ബൈനറിയും കൂടെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം, ഹാവിങ് 4 പെൻഡൻറ്റ് വേർട്ടക്സസ്. ഓക്കെ, സോ ഹിയർ ദിസ് ഈസ് ദ ബൈനറി ഹാവിങ് മാക്സിമം ഹൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സൈഡിനെ ബേസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 പെൻഡൻറ്റ് വേർട്ടക്സസ് ആയി, ഇപ്പോൾ 3 ആയി, ഇപ്പോൾ 4 പെൻഡൻറ്റ് വേർട്ടക്സസ് ആയി. ഹാവിങ് വെയിറ്റ് 0.5, 0.3, 0.11, 0.12. ഇനി നമ്മൾ ഇതിൻ്റെ വെയ്റ്റഡ് പാത്ത് ലെങ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഹിയർ 0.5ലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഈ പെൻഡൻറ്റ് വേർട്ടക്സിലോട്ട് റീച്ച് ചെയ്യാനുള്ള പാത്ത് ലെങ്ത് 1. സോ 0.5 ഇൻറ്റു 1. ഈ പെൻഡൻറ്റ് വേർട്ടക്സ് ആണെങ്കിൽ അവിടുത്തെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. ദാറ്റ് മീൻസ് ടോട്ടലിൽ നിന്ന് ആ പെൻഡൻറ്റ് വേർട്ടക്സിലോട്ട് എത്താനുള്ള നമ്പർ ഓഫ് എഡ്ജസ് 2 ആണ്. സോ 0.3 ഇൻറ്റു 2. ദെൻ ഈ പെൻഡൻറ്റ് വേർട്ടക്സിലോട്ട് എത്താനുള്ള പാത്ത് ലെങ്ത് 3 ആണ്. സോ 0.11 ഇൻറ്റു 3. ദെൻ ദിസ് വേർട്ടക്സിലോട്ട് എത്താനുള്ള പെൻഡൻറ്റ് വേർട്ടക്സിലോട്ട് എത്താനുള്ള പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് 3 ആണ്. സോ 0.12 ഇൻറ്റു 3. സോ നമുക്ക് 1.79 കിട്ടി. അപ്പം നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഈ ഒരു പെൻഡൻറ്റ് വേർട്ടക്സ് 4 ഉള്ള ഒരു ബൈനറി ട്രീ ഹാവിങ് മിനിമം ഹൈറ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 2.06 ആയിരുന്നു, ഇവിടെ 1.79 ആണ്. സോ വെയിറ്റ് കുറവെന്ന് പറയുന്നത് ഇവിടാണ്. സോ ദിസ് ഈസ് ദ നീഡഡ് ബൈനറി ട്രീ. ഓക്കെ.